ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ വീഡിയോ എടുക്കൽ തുടങ്ങി. ഞാൻ എണീറ്റ് ഹോളിലോട്ട് വന്നപ്പോഴത്തേക്കാണ് കേട്ടോ അവൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. കളി കഴിഞ്ഞിട്ട് വന്നവൻ രാവിലെ എന്നെ മുട്ടായി തിന്നുകൊണ്ട് ഇവ എന്തിനാണ് കളിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് നിൽക്കുക. അത് അവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തി അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് പോയി ഒന്ന് ബ്രഷ് ചെയ്യണം, ഒരു ചായയോ കോഫി എന്തെങ്കിലും കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും. അവിടെ നിന്ന് സൂര്യപ്രകാശം അടിക്കുന്നു. അത്രയുള്ളൂ. നല്ല രീതിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ആണ് എനിക്ക്. ബ്രഷ് ചെയ്യാം. എന്നിട്ട് നല്ല അടിച്ച സാധനമല്ല, നമുക്കൊന്ന് ടിന്നിലൊക്കെ ആക്കി വെക്കണം. ഓക്കെ, ട്രൈപ്പോഡാണ് നോക്കുന്നത്. നല്ല ഹൈ ബാസ് ചുമ. അത് കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വന്നു. ഞാനൊന്ന് മുടിയൊക്കെ കിട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീറ്റ് കോലാണ് കേട്ടോ ഇത്. രാവിലെ എണീറ്റ് മുടി മുകളിലാണ് കെട്ടി വെച്ചിരുന്നത്. പതുക്കെ താഴോട്ടൊക്കെ എടുത്ത് കെട്ടിയിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പല്ലൊക്കെ തേച്ചില്ല, ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഇതെനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മുടെ ഏതിൻ്റെ ആയിരുന്നു, ബയോട്ടിക്കിൻ്റെ ആണ്. അടിപൊളിയാണ്, നല്ല മോയ്സ്ചറൈസറാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് എനിക്ക് കുറച്ച് ഓയിലി സ്കിൻ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ഓയിലാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ടെക്സ്ചർ മാറുന്നതിൻ്റെ ആണോ എന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായിട്ട് വാരിക്കെട്ടി. എനിക്ക് ചീപ്പിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും വരാറില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ സ്വന്തമായിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടുന്നത്. ഞാൻ മുടിയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ അതൊക്കെ എടുത്തിട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ലൊന്നും ഇത്രേ ഉള്ളൂ ബില്ല്. പക്ഷേ റേറ്റ് ഉണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് അവ ഒന്ന് പുറത്തോട്ടായത് കേട്ടോ. ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് ഒരു കോഫി ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രണ്ടുപേർക്കും കോഫി ഇട്ട് വയ്ക്കും. അപ്പം അവൻ വന്നിട്ട് അവനെപ്പോൾ തോന്നുന്നു അവൻ അപ്പം എടുത്ത് കുടിക്കും. അപ്പം ഞാൻ നല്ല കോഫി ഇടുമ്പോഴത്തേക്ക് പാല് കൂടുതലും വെള്ളം കുറച്ച് വന്നിട്ട് കിടന്നു. അതെനിക്ക് തന്നെ ഞാൻ നല്ല അടിച്ച് പതപ്പിച്ചാലേ കോഫിയുടെ ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് നമ്മളിപ്പോൾ ഞാൻ ചായ ഇടുന്നത് 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാലിലുമാണ്. അപ്പോൾ 2 പേർക്കായിട്ട് കോഫി ഇടുമ്പോഴത്തേക്ക് 1.5 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമായിട്ടാണ് ഇടുന്നത്. കോഫി ഇത്തിരി കട്ടി കുടിക്കുമ്പോഴത്തേക്ക് ആ ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നും. അങ്ങനെ കോഫി ഇടുവാണ്. കോഫി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നു കേട്ടോ പുറത്ത് പോയിട്ട്. അപ്പോൾ ഞാനും അവനും കൂടി ഇരുന്ന് കോഫി ഇടിക്കുകയാണ്. ഞാനും അവനും വന്ന് ഞാൻ കോഫിയൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്ന് കുടിക്കാൻ തോന്നും. കാരണം എനിക്ക് ആകെപ്പാടെ ടൈം കിട്ടുന്നത് ചിലപ്പോൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ വച്ച് തണുപ്പിച്ച് നല്ല ആക്ച്വലി ഞാൻ
ഒന്നും ഫിൽറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പെട്ടെന്ന് ഞാൻ ഫേസ് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്, സ്മൂത്തിങ് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. കാരണം ഫേസ് അങ്ങാതിരി ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുക. എന്നാൽ എൻ്റെ വന്നിട്ട് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. പിന്നെ എന്തുകൊണ്ടത് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നത് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ സ്മൂത്തനിങ് എഫക്റ്റ് ഇട്ടേക്കുവാണ്, അതായത് ഫിൽറ്റർ ഇട്ടേക്കുവാണ്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ഇത്തിരി പൗഡർ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. മറ്റേ സാധനം മറ്റേ വാട്ടർ ഗണ്ണില്ലേ, അതിൻ്റെ സാധനമാണ് കേട്ടോ, അതിൻ്റെ മോട്ടറാണ്. ഇത് അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പം അതിന് എന്തോ തിരിച്ചുകൊണ്ട് കൊടുക്കണം, അതിന് വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ കോഫി അടിച്ചില്ല, ഞാൻ കോഫി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം പിടിച്ചിടാം. പിന്നെ എനിക്കറിയത്തില്ല ആ ലുലുവില് ചേട്ടൻ ലുലുവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലുലുവിലെ ചേട്ടൻ ലുലുവിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. വേറൊന്നുമല്ല, എന്ത് തിരക്കിലോ വെച്ചാലും ചേട്ടൻ 1 കിലോ അടുപ്പിച്ച് തൂക്കി തരും. എന്ത് 1 കിലോ വെച്ചാലും ആ ചേട്ടൻ 2 കിലോ അടുപ്പിച്ച് തൂക്കി തരും. ചേട്ടൻ എന്താണ് അവിടെ നിന്ന് ലാഭം കിട്ടുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. പിന്നെ എനിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, 1/2 കിലോ ചോദിക്കുന്നതിന് 500 തൂക്ക്, ഇല്ലെങ്കിൽ 600 തൂക്കാൻ പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമ്മളിപ്പം 1 കിലോ മേടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ 1 കിലോ യൂസ് ചെയ്യത്തില്ല. അതായത് എനിക്ക് ഈ വീറ്റിൻ്റെ പുട്ടുപൊടി അധികം ഇഷ്ടമില്ല. ഞാൻ വൈറ്റ് പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് വൈറ്റ് പുട്ടുപൊടിയാണ് ഇഷ്ടം, അവന് ബ്രൗൺ ആണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ രണ്ടും മേടിക്കും. നമ്മൾ 2 മാസത്തേക്കാണ് സാധനം എടുക്കുന്നത്. ഞാനും അവന് ഭയങ്കര ഫുഡിയൊന്നുമല്ല, ഐ മീൻ ഒരുപാട് ഫുഡ്, അതായത് വലിച്ചു വരെ തിന്നണ ഒരു ക്യാരക്ടറില്ല എനിക്ക്. അവന് കുറച്ചേ കഴിക്കൂ, ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിക്കും, പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കളയാൻ ഇല്ല. നമ്മളൊരു സാധനം പൈസ കൊടുത്ത് മേടിച്ചിട്ട് കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് സാധനം മേടിക്കും. സാധനം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മേടിക്കും. പക്ഷെ അധികം വന്നാൽ അല്ലെങ്കിൽ പൂപ്പിലടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയാനേ പറ്റും. അതുകൊണ്ട് അതനുസരിച്ച് ഇവിടെ സാധനങ്ങൾ മേടിക്കുന്നത്. ഞാനങ്ങനെ പണ്ട് കളയാറുണ്ട് കേട്ടോ. പണ്ടെന്ന് പറയാൻ ഞാൻ നല്ല രീതിയിൽ കളയുമായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ വെറുതെ ഫുഡ് വെച്ച് കളയായിരുന്നു. അത് ഞാൻ അഹങ്കാരമായിട്ട് പറയല്ല, എനിക്കറിയത്തില്ലായിരുന്നു എത്ര ക്വാണ്ടിറ്റി കുക്ക് ചെയ്യണം, എന്തുമാത്രം കുക്ക് ചെയ്യണം എന്നറിയത്തില്ല. ഇപ്പം ഞാൻ പഠിച്ചു കുറേ കാര്യങ്ങൾ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഞാൻ പഠിച്ചു. അതുകൊണ്ട് എനിക്കതനുസരിച്ച് കുക്ക് ചെയ്യാൻ അറിയാം. ഈ ഒരു സീറ്റ് ചെയ്യുമല്ലേ, അപ്പോൾ അതനുസരിച്ച് കുക്ക് ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞാൽ എന്തിനാ നശിപ്പിച്ച് കളയുന്നത് എന്ന് പറയുന്നൊരു രീതിയിലാണ് ഞാൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് തികയത്തേ ഇല്ല. ആ ക്വാണ്ടിറ്റിയിലല്ല ഞാൻ മേടിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി. അതായത് നമുക്ക് പുറമേ എനിക്ക് എൻ്റെ ചേച്ചിയും ചേനക്കാരും, അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു ക്വാണ്ടിറ്റി ഇപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ സാധനങ്ങൾ മേടിക്കാറ്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വരും, അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സാധനം മേടിക്കാറ്. അപ്പം അത് ഓവർ ക്വാണ്ടിറ്റി ആയി പോകാൻ കാര്യമില്ലല്ലോ. അങ്ങനെ ഈ പുട്ടുപൊടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ നനയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കയറി വരും. അതുകൊണ്ട് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയുടെ കാര്യം ആവശ്യമേ ഇല്ല. എന്തിനാണ് പിന്നെ ചേട്ടാ അങ്ങനെ കഴിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഓണത്തിന് വേണ്ടി മേടിച്ചാട്ടോ, അതിന് നമുക്ക് പൊളിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, ടോയ്ലറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരാൾ യൂസ് ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണെന്ന് വെച്ചാൽ ഭയങ്കര, പ്രത്യേകിച്ച് യൂറോപ്യൻ, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് പറയാൻ, എനിക്കൊരു വൃത്തിയില്ലായ്മ, എനിക്ക് OCD കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ ഭയങ്കര ഇതൊന്നും നോക്കുന്നില്ല. പക്ഷേ വൃത്തി സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. കാരണം എനിക്ക് ഈ ആൾക്കാർ തറയിൽ നമ്മൾ വീട് ഓക്കെ
അല്ലാണ്ട് തറയിൽ ചെരുപ്പിടാതെ നടക്കുക. ബാത്റൂമിൽ പോയി ടോയ്ലറ്റ് കോളേജിൽ സ്കൂളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബാത്റൂമിൽ പോയി അങ്ങോട്ട് വിട്ട് വെള്ളക്കോരിയിരിക്കുക. ഇതൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം പിന്നെ ഈ വാഷ് ബേസിൽ ചെന്ന് ചാരി നിൽക്കുക, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അപ്പം എനിക്ക് യൂറോപ്യൻ ടോയ്ലറ്റിൽ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം മസ്റ്റാണ്. മറ്റേ സുഖത്തിനല്ല, എനിക്ക് ഇപ്പം ഞാനല്ല അവൻ യൂസ് ചെയ്ത ടോയ്ലറ്റായാലും എനിക്ക് ഭയങ്കര മടിയാണ് യൂസ് ചെയ്യാൻ. നമുക്കിങ്ങനെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്ത് മേടിക്കുന്നത്. പിന്നെ ഇതാണ് മെയിൻ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നല്ല രീതിക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നിൽക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് ജിജി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ട് കേട്ടോ, അവൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഒരു ദിവസം ഇങ്ങനെ കുറച്ച് നാളാണ് വിളിച്ച് പറഞ്ഞു സൺഫ്ലവർ ഓയിലിന് ഇപ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് അവരതിനകത്ത് സൺഫ്ലവറിൻ്റെ ഓയിലായിരിക്കത്തില്ല ചേർക്കുന്നത്, എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണലി സാധനങ്ങൾ ചേർക്കുന്നുണ്ടാവും. കാരണം സൺഫ്ലവർ സീഡ്, സൺഫ്ലവർ എന്നൊക്കെ പറയുന്നത് നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. അപ്പം അതിൻ്റെ ആ ഒരു നട്ടിൽ നിന്നാണ് എന്തെടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. അപ്പം എന്തുമാത്രം സൺഫ്ലവർ നട്ട് ആ ഒരു നട്ടെടുത്താലായിരിക്കും നമുക്ക് കുറച്ച് ഓയിൽ കിട്ടുക. അപ്പോൾ 99 രൂപയ്ക്കും 140 രൂപയ്ക്കും 110 രൂപയ്ക്കൊക്കെ സൺഫ്ലവർ ഓയിൽ കൊടുക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെ പറ്റും? അപ്പോൾ അതിനകത്ത് എന്തുമാത്രം കെമിക്കൽസ് ആഡ് വരുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചപ്പോൾ യെസ്, നമ്മളൊരു 40, 50, 60 നോക്കി സൺഫ്ലവർ ഓയിൽ മേടിക്കുന്നതിനേക്കാളും പാരച്ചൂടല്ലേ പാരച്ചൂടല്ലേന്ന് കോക്കനട്ട് ഓയിലല്ലേ, വേറൊന്നും വേണ്ടല്ല. നമുക്കാകുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് മില്ലി നാട്ടിൽ കിട്ടുമല്ലോ. അതാകുമ്പോഴത്തേക്ക് ഒരുപാട് കെമിക്കൽസ് ഒന്നും വരത്തില്ല. അതുണ്ടെങ്കിൽ ഈ 40-50 രൂപയുടെ അല്ലെങ്കിൽ 60-70 പോട്ട് 100-200 രൂപയുടെ ലാഭം നോക്കി നമ്മൾ സാധനങ്ങൾ മേടിച്ചാലും ആ 100-200 അല്ലെങ്കിൽ 10-10,000 ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നമ്മൾ ഹെൽത്തി സാധനങ്ങൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ വട്ടം പാക്കറ്റാണ് കേട്ടോ മേടിച്ചത്, പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് മേടിച്ചത്. ബട്ട് ഇതിപ്പോൾ നമ്മൾ നിർത്തും, ഈ കവർ ചെയ്യുന്നതിനോടുകൂടി നമ്മൾ പൗച്ച് മേടിക്കൊക്കെ നിർത്തും. നമ്മൾ ഇവിടെ അടുത്ത് ആട്ടുന്ന ബില്ലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശർക്കര ഉണ്ട് ശർക്കര അടിച്ചു പൈസക്കാരാണ്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ എൻ്റെ അടപ്പ് തുറന്ന് ഊതിയപ്പോഴത്തേക്ക് ഇങ്ങനെ ബബിൾസ് വന്നു കേട്ടോ. അപ്പം ഞാനത് രണ്ടാമത് ഊതി എന്നിട്ട് വന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് കുലുക്കിയിട്ട് ഊതി നോക്കിയാൽ വരുമെന്ന് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ച് കുലുക്കിയിട്ട് ഊതി നോക്കിയതാണ്. ബബിൾസൊക്കെ ഒന്ന് മറ്റേ എഫക്റ്റൊക്കെ ഇടുന്ന പോലെ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ ബബിൾസൊക്കെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച് എന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് രണ്ടാമത് ഞാൻ ബബിൾസ് എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊന്ന് പാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷോപ്പിങ്ങും ഇഷ്ടമാണ്. ഷോപ്പിംഗ് ചെയ്തുകൊണ്ടുവന്ന സാധനങ്ങൾ പാക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്ലി പാക്കിങ് സാധനങ്ങളെല്ലാം ബോട്ടിൽസിലൊക്കെ ആക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ കറക്റ്റ് ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കാരണം അത്രയും ദിവസം ഞാൻ പിടിച്ച് അതായത് സാധനങ്ങൾ പെട്ടെന്ന് എടുത്തതിൻ്റെ അഴുക്കൊക്കെ ബോട്ടിൽസിൻ്റെ അടുക്കളൊക്കെ കാണും. ഞാനും ഹലോ, അപ്പോൾ നമുക്കിന്നൊരു പ്രോഡക്റ്റ് വന്നായിരുന്നു. ഞാൻ അങ്ങനെ സൈറ്റുകളിൽ നിന്നൊന്നും ഇതുവരെ മെറ്റീരിയൽസ് ചുരിദാർ അങ്ങനെ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ 3 ദിവസം മുന്നേ ഞാൻ ഓർഡർ ചെയ്തു. കാരണം ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ടെൻഷനിലാണ്. കാരണം സ്പാം വരാറുണ്ടോ എന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് ചേട്ടൻ പറഞ്ഞത് ഡെലിവറി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഡെലിവറി ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വരാറുണ്ട്, മോസ്റ്റ്ലി നമ്മൾ ക്യാൻസലാക്കി വിടാറാണ് പതിവ്. അപ്പോൾ ഇതങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യണോ മേടിക്കണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞില്ല. പിന്നെ ചേട്ടൻ പോവാൻ നേരത്തൊരു
ഓൾ ദി ബെസ്റ്റ് കൂടി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ ബോക്സ് കവർ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് വേറെ കവർ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും വീഡിയോ എടുത്തോണ്ട് ഓപ്പൺ ചെയ്യാം. ചേട്ടൻ പറഞ്ഞ ഒരു വാക്കിലാണ് സ്പാം അങ്ങനെ കൂടുതൽ വരാറില്ല ഇപ്പോൾ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവസരം മുതലാക്കി ഓപ്പൺ ആണെന്നൊന്നുമില്ലേ. അതെന്തായാലും നല്ല വലിയൊരു പണിയായിരുന്നു, ഭയങ്കര ഒരു പണിയായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പണിയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ ഒരു ഷോക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ അവസ്ഥയെ മാനിച്ച് എനിക്കിവിടെ വെച്ച് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നിർത്തേണ്ടി വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഫ്രം മാറ സ്റ്റോറീസ്.